എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Sustenance, beginning, decision, delight, understanding, harmony. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പല കാര്യങ്ങളിലും ഒരു വളരെയധികം ഈ ഒരു സമയം പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ വളരെ ഒരു സെൽഫ് റിയലൈസ് സ്വയം പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിട്ടായിരിക്കും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ വളരെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, ജീവിതത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്പിരിച്വൽ അവേക്കണിങ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡൗട്ട് സ്വയം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു സ്വയം ഉണ്ടായിരുന്ന ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ഡൗട്ട്, ഒരു സെൽഫ് ഡൗട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഒരു ഉത്കണ്ഠ, അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിതത്തിൽ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു, ഇതൊക്കെ നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവരോ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കാൾ മുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഉത്കണ്ഠ, അതായത് മറ്റുള്ളവരോടൊപ്പം താൻ എത്തിയില്ല എന്നുള്ളൊരു തോന്നലുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നവരെ സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു സെൽഫ് റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. അതായത് പല കാര്യങ്ങളിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മറ്റുള്ള വ്യക്തികളും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് ചേർന്ന് നിന്നിട്ടും അവർ നിങ്ങളെക്കാൾ ഉയരത്തിൽ പോയി എന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ട് സ്വയം ഒത്തിരി കമ്പാരിസൺ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത് നിങ്ങൾ കുറച്ച് നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ വളർച്ച എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചെയ്തികളും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഒരു മുന്നോട്ടേക്കുള്ളൊരു ജീവിതത്തിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇനി അഥവാ ഉയർച്ച ഉണ്ടായിട്ടില്ലാത്തവരാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള, അതായത് നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ നിങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, നിങ്ങളിൽ എവിടെയാണ് തെറ്റുകുറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിൽ എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അതായത് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരെക്കുറിച്ചിട്ടുള്ളൊരു അതായത് അവരുടെ ജീവിതത്തെ നോക്കിക്കാണുക, അതായത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന ഒരു സമയം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഒരു പുതിയ തുടക്കമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം എന്ന് പറയുന്നത് തന്നെ, ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരത്തോട് കൂടിയിട്ടാണ്, നല്ലൊരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ പലരെ സംബന്ധിച്ച് അതിനർത്ഥം നിങ്ങൾക്ക് എന്താണ് എളുപ്പമായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതൊന്നുമല്ല. കോമ്പറ്റീഷൻ, ചുറ്റുപാടിലും കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളിതൊരു പുതിയ തുടക്കത്തിലേക്ക് ഇറങ്ങിച്ചില്ലാണ്, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കൊച്ചു പിണക്കങ്ങളും വഴക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളോ ഒക്കെ ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ ഉണ്ടായേക്കാം. കാരണം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ ഭയക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ല സംസർഗം അല്ലെങ്കിൽ സംസാരത്തിലേക്ക്, അതായത് നിങ്ങളുടെ മനസ്സിലുള്ളത് പങ്കുവയ്ക്കുന്നു ഒക്കെ ഉള്ളത് കൊണ്ട് ചെറിയ രീതിയിലുള്ള വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഈ ഒരു മാസത്തിൽ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ട് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ വളരെ ബിസിനസ്സോ കരിയറോ ഒക്കെ സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാകുന്ന ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ, അതായത് നിങ്ങൾ ഒന്നിനെയും ഭയക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോമ്പറ്റീഷനെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളതിനെയോ ഒക്കെ ഭയക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം
അത്യധികം ആകാംക്ഷ നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലും റിസൾട്ടിനൊക്കെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആകാംക്ഷ ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. റിസൾട്ട് പല കാര്യങ്ങളും പലരെ സംബന്ധിച്ച് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന റിസൾട്ട് ഒന്ന് പോസ്റ്റ്പോൺ ആയി തള്ളിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ആകാംക്ഷ നിങ്ങളിൽ കാണുന്നുണ്ട്. നല്ല റിസൾട്ടുകളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അതൊന്ന് തള്ളിപ്പോയി മുന്നോട്ടേക്ക് പോയാൽ കൂടിയും നല്ല റിസൾട്ടൊക്കെ തന്നെയാണ് ഈ ഒരു മാസത്തിൽ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് കാണുന്നത്. അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടുള്ളവരെ അല്ലെങ്കിൽ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് വിദേശ വാസയോഗം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ആദ്യത്തെ ചുവട്ടുപടി എന്നുള്ള രീതിയിൽ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ഈ ഒരു മാസം വളരെ തിരക്കുള്ള അല്ലെങ്കിൽ ഓവർ ബുക്ക്ഡ് ആയിട്ടുള്ള നിങ്ങളെന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓവർ ബുക്കിംഗ് ഒക്കെ ലഭിക്കുന്നത് അല്ലെങ്കിൽ കൺസൾട്ടേഷനും ബുക്കിംഗ് അതൊക്കെ ഉണ്ടെങ്കിൽ ഓവർ ബുക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം, ഒരു ഫീലിംഗ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയാം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ജോലി സംബന്ധമായിട്ട് തിരക്കുകളുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു തിരക്കുകൾ മൂലം അതൊരു സ്ട്രെസ്സായിട്ട് കാണാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതല്ല, തിരക്കുകൾ ഒരു അനുഗ്രഹമായിട്ട്, അതായത് ഒത്തിരി തിരക്കുണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി ബിസിനസ്സോ ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ടേക്ക് നടക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ഒത്തിരി അതിനനുസരിച്ചിട്ട് വരുമാനം വരുന്നു, സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതാലോചിച്ചിട്ട് എങ്ങനെ തീർത്തു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് സ്ട്രെസ് അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. ജോലി തിരക്കുകൾ കൂടുതലുള്ള സമയമായിരിക്കും. അതിപ്പോൾ കരിയറായിട്ട്, അതായത് ഒരു ജോലിയായിട്ട് ചെയ്യുന്നവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ജോലി തിരക്കുകൾ കൂടുതലുള്ളൊരു സമയമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിലൈറ്റ് എനർജിയാണ് ഇവിടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ലൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികളോടൊപ്പം നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സംതൃപ്തി, പലരെയും സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിനൊരു സന്തോഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ, അതായത് കുട്ടികളുടെ വിവാഹ പ്രായമായിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് അത് സംബന്ധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ശുഭവാർത്ത കാണുന്നുണ്ട്. അപ്പോൾ അതായത് പുതിയ ജോലി, മക്കൾക്കൊക്കെ പുതിയ ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ വിവാഹ കാര്യം റെഡിയാവുന്നതോ, അപ്പോൾ മക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു അടുത്ത മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ആനന്ദവും സംതൃപ്തിയും ഒരു പ്രൗഡായിട്ടുള്ളൊരു ഫീലിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം, അത് നിങ്ങൾ ആസ്വദിക്കുന്നതായിട്ട് ഈ ഒരു മാസത്തിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സന്തോഷം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പല പൊളിറ്റിക്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പേരെടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശരിയായിട്ടുള്ള രീതിയിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനോ പ്രവർത്തകയോ ആയിത്തീരുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ആവാം. കാരണം ഇതിപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല, മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും മറ്റ് നിങ്ങളെക്കാൾ സാമ്പത്തികപരമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ താഴെ നിൽക്കുന്നവരെ സഹായിക്കുന്ന അതിനുള്ളൊരവസരം ലഭിക്കുകയും അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സഹജീവികളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. പലരെ സംബന്ധിച്ച് വിദേശവാസ യോഗം കാണിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകുന്നതിനുള്ളൊരവസരവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഹാർമണിയാണ്. ചില ആളുകൾ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പ്രഗ്നൻസി അതിൻ്റെ ഒരു സന്തോഷം, ഫാമിലിയായിട്ട് ഒത്തുചേർന്നിട്ട് ഒരുമിച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഫാമിലി ഒത്തുചേരുന്ന, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അതുപോലെ ഫാമിലി ഒത്തുചേരുന്നതിനുള്ളൊരവസരം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷവും സമൃദ്ധിയും കാണിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോയി നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറി ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്തേക്കൊക്കെ ഈ ഒരു സമയത്ത് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉള്ളവർ അവിടേക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങളങ്ങനെ പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ളൊരു സമയമായിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.